Stage is set. Stage is set. വാ 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 വാ. അത് മാത്രം നല്ല മതമായിരുന്നു. ഉത്സവം കേട്ടോ അത് കൂടുതലായി ലഞ്ച് ഞാൻ ഫോണിലിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. Very nice. ഞങ്ങളുടെ ലാസ്റ്റ് ഇയർ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒന്നര കാര്യം അതുകൊണ്ട് പറഞ്ഞ് മാറ്റിയേക്കുക ഞങ്ങൾ ദൈവത്തിന് അതുകൊണ്ട് ഞങ്ങൾ പ്രധാന കുഴപ്പമില്ലാത്തതാണ് ന്യൂയോർക്കിൽ വെച്ച് ഞങ്ങൾ ലാസ്റ്റ് ബിഫോർ ഊൺ മേടിക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ അവിടെ മേടിക്കണോ അതോ ഊണ് ചെയ്യണോ ഞങ്ങൾ വളരെ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ജോഷുമായിട്ട് ഞങ്ങൾ ആലോചിച്ച് നോക്കുന്ന നേരെ ന്യൂയോർക്ക് ടെക്സാസിന് എല്ലാം പ്ലാൻ ചെയ്തു. ആദ്യം ഞങ്ങൾ
വേറെ സ്ഥലം ഷുഗർലാൻഡ് ചൂസ് ചെയ്തായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ ഞങ്ങളുടെ കസിനെ വിളിച്ചു, പുള്ളിക്കാരി പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബ്ലൈൻഡായിട്ട് ഇങ്ങോട്ട് വന്നു. അന്ന് അപ്പാർട്ട്മെന്റ് നോക്കി എന്നാൽ ഫ്രണ്ടിലൊക്കെ തീരുമാനിച്ചിരിച്ച് ഞങ്ങൾ ന്യൂയോർക്കിന് പോയി. ഇന്ന് വർഷത്തെ ദിവസം ഇവിടുത്തെ റിയാലിറ്റിയോട് ഞങ്ങൾ സംസാരിച്ചു. അന്ന് അവിടെ വീട് കളിച്ചായിരുന്നു. ബ്ലൈൻഡായിട്ട് തന്നെ വീടിൻ്റെ ഒരു ഷേപ്പിലുള്ള വേറെ വീട് ഞങ്ങൾ കണ്ടായിരുന്നു, കസിൻ്റെ വീട്. അപ്പോൾ കണ്ടടിച്ച് ഞങ്ങൾ വീടെടുത്തു. പിന്നെ ഞങ്ങൾ ജോലി പോലും കിട്ടാൻ വേണ്ടി മൂവ് ചെയ്തു. മൂവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ഫിനാൻഷ്യൽ ടൈറ്റ് കൊണ്ടായിരുന്നു. അത് ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അത് ആദ്യം ഒന്ന് ധാരണ ചെയ്യാൻ പറ്റി. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ റെമിക്കാണെങ്കിലും പെട്ടെന്ന് ജോലി കിട്ടി. പിന്നെ ഞാൻ ജോലി അന്വേഷിച്ച് വന്നിട്ട് അത് ശരിയാകാൻ വന്നപ്പോൾ അത് ബ്ലൈൻഡായിട്ട് ഞാൻ പോയി ആർട്ടി ജോയിൻ ചെയ്തു. ആർട്ടി എങ്ങനെ ഉണ്ടെന്നോ ആ ജോലി കിട്ടുമോ ഒന്നും തിങ്ക് ചെയ്തില്ല. ബ്ലൈൻഡായിട്ട് ആർട്ടി ജോയിൻ ചെയ്തു. ആദ്യം 2 കൊല്ലം ആരെങ്കിലും ജോലി കിട്ടിയോ ചോദിക്കുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി കോഴ്സ് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ശരിയാകത്തില്ലായിരുന്നു. പിന്നെ ദേഷ്യം വരുന്നതായി തള്ളി ഇവിടെ വരെ വന്നെത്തി. ദൈവത്തെ അനുഗ്രഹം മാത്രമാണ് എനിക്ക് 5th in the 6th തരാൻ പറ്റിയത്. അത് ഞാൻ നിങ്ങളെല്ലാവരും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ചെറിയൊരു പറയാം, എൻ്റെ നാളെ എൻ്റെ യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂ ആണ്. അപ്പം നാളെ എൻ്റെ ആറാഴ്ചയുടെ വിട്ടേമോ. അപ്പം ഞാൻ ടീച്ചറിനോട് ചോദിച്ചു എനിക്ക് ഇന്റർവ്യൂ പോകണം, എനിക്ക് 1 ആഴ്ചത്തേക്ക് മാറ്റി തരാമെന്ന്. പുള്ളിക്കാരെ കൊണ്ട് നിനക്ക് മാറ്റി തരാം, പക്ഷേ ടോട്ടൽ മാർക്കിന്റെ 10% നിനക്ക് കിട്ടുന്നതിന്റെ 10 മാർക്ക് എനിക്ക് നൽകുന്നു. ഞാൻ ഓക്കെ, എനിക്ക് ഇന്റർവ്യൂ മാറ്റാൻ പറ്റത്തില്ല, മാർക്ക് തക്ക റീസൺ വേണം. അതുകൊണ്ട് ഞാൻ അടുത്ത ആഴ്ച മിഠായി നടത്തലാന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിച്ചത് രാവിലെ ഞാൻ ഇമെയിൽ വന്നപ്പോൾ കാണുന്നത് ടീച്ചറിന് എമർജൻസി ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാവരും ഞാൻ ഇവിടെ കാണിച്ച ഇമെയിൽ ഇതിനൊന്നില്ല എഴുതുന്ന ഇമെയിലാണ്. എല്ലാവരും സത്യമായിട്ട് ഇന്ന് രാവിലെ വന്ന ഇമെയിലാണ്. അത് എനിക്ക് അത്യാവശ്യം എനിക്ക് മാർക്ക് പറ്റുന്നുണ്ട്, 10 മാർക്ക് അടിയെന്ന് പറഞ്ഞു കിട്ടുന്നതിനകത്തൊന്ന്. ഇത് രാവിലെ വന്ന മെയിൽ എല്ലാവരും മാറ്റമാണ്. എനിക്ക് എമർജൻസി ആയിരുന്നു. അതൊരു ഭാഗ്യം കാര്യം ഒന്നേലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ കൊച്ചിനെ കൊണ്ടേ വിട്ടപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര സങ്കട വിഷമം കൊണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തവണ നിൽക്കാൻ സാധിക്കുമോ ബുദ്ധിമുട്ടുണ്ടാവുമോ പ്രാർത്ഥിച്ചു. എനിവേ അവനോട് വളരെ ഹാപ്പിയാണ്. ഇപ്പം കോഴ്സെല്ലാം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവേണം അങ്ങനെ പറയുകയാണ്. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒട്ടുമുക്കാലും കാര്യങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതിനൊക്കെ ദൈവത്തിന് നമ്മൾ ആദ്യം പറയുന്നു. പിന്നെ വേറെ ജോയിൻ ചെയ്തപ്പം ഞാൻ ഭയങ്കര മടിയനായിരുന്നു. റായന്റെ പേരൊക്കെ പറഞ്ഞ് ഞാൻ കുറേ പ്രാവശ്യം ഞാൻ തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വരാതിരുന്നിട്ടുണ്ട്. മേ ബി ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊന്നും പോകാറുണ്ടാവാം എനിക്ക് സ്റ്റാർട്ടിങ് പ്രോബ്ലം. ഞാൻ ഇങ്ങനത്തെ നാട്ടിലാണെങ്കിൽ പോലും ന്യൂയോർക്കിലാണെങ്കിലും ഇല്ലായിരുന്നു. നാട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ വഴി പോയിട്ടില്ല. ഞായറാഴ്ച പള്ളി പോകാനും പള്ളി കയറാറില്ല. പുറത്തിങ്ങനെ വായി നോക്കിയിരിക്കും, കളക്ഷൻസ് വായി നോക്കിയിരിക്കും. അതായത് എൻ്റെ സ്വഭാവം. പക്ഷെ കല്യാണത്തിന് ശേഷം പള്ളി എന്നാലും പുറത്തെ നിൽക്കുള്ളൂ. ഞാനൊരു മടിയാകത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും ഭയങ്കര മടിയായിരുന്നു. പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇൻട്രസ്റ്റ് ആയി. പിന്നെ റിയലി ഇപ്പം എനിക്ക് ഞാൻ കഴിയുന്നതും ഒരു മെസ്സിയായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 8 കിലോമീറ്റർ വരെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരുപാട് അതിന് നന്ദി പറയുന്നു. നല്ലത് ഇപ്പോൾ പള്ളിയിൽ പോയപ്പോൾ ഞാൻ ഇവിടുത്തെ പള്ളിയിൽ പോയാലും 4 ദിവസം പള്ളി കയറാറില്ല, പുറത്ത് നിൽക്കുള്ളൂ, ഇവിടെ നിൽക്കുള്ളായിരുന്നു. ഇപ്പം എനിക്ക് പള്ളി കയറുന്നത് ആഗ്രഹമുണ്ട്, തീർന്നുണ്ട്. ഇതൊക്കെ ദൈവത്തിനൊരു അനുഗ്രഹം തന്നെയാണ്. പിന്നെ കൊറോണ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഇനി തുടർന്നും അതിന് കിട്ടുമ്പോൾ എനിക്ക് ഉറപ്പ് വിശ്വാസമുണ്ട്. ഞാൻ നേരത്തെ ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടുത്തുള്ളൂ. അത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പിന്നെ മറക്കും. അതിന്റെ സ്വഭാവമാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൊരു കിട്ടിക്കഴിയുമ്പോൾ തിരിച്ച് നമ്മൾ നന്ദി പറയാൻ ശ്രമിച്ചിട്ടില്ല. അതിപ്പോൾ ഞാൻ കഴിയുന്നവരെ നന്ദി പറയാൻ ശ്രമിച്ചിരിക്കുകയാണ് എല്ലാ കാര്യങ്ങൾക്കും.
എല്ലാം ക്ലിയർ ആക്കി കിട്ടി. പിന്നെ റായൻ ന്യൂയോർക്കിലായിരുന്നപ്പോൾ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഇയർ ഇൻഫെക്ഷൻ അങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇവിടെ വന്നിട്ട് വേറെ അസുഖങ്ങളും ക്ലിയറായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പറയുന്ന ജീവിതത്തിലുടനെ ഒരുപാട് നൽകിയിട്ടുണ്ട്. പിന്നെ വർക്ക് പ്ലേസിലാണ് പോലും ഇവർക്ക് പുതിയ ജോലി ജോയിൻ ചെയ്തപ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ എന്താ പറയുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളൊന്നും ഇവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. വളരെ കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീ പറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവം